ഹല്ലേലൂയ. കഴിയുന്ന ആളുകള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ദൈവത്തിന്റെ തിരുവചനം ഒന്ന് ശ്രവിക്കുവാൻ വേണ്ടി. കാരുണ്യവാനായ കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ വചനം ശ്രവിക്കുവാനായിട്ടാണ് ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. പ്രിയ കർത്താവേ, കുടുംബജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് ആവശ്യമായ തിരുവചനങ്ങള് അവിടുന്ന് നൽകണമേ. അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് സ്പർശിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിക്കൊണ്ട്, കൃപകൾ നൽകിക്കൊണ്ട് കർത്താവേ, നീ ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒരുക്കിക്കൊണ്ട് കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ പൊതിയണമേ. ഞങ്ങളുടെ ഹൃദയ വയലേലകളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും പുത്തൻ ഉണർവോടുകൂടെ ഈ വചനഭാഗങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വലിയ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ വിശുദ്ധിയുള്ളവരും സൗഖ്യപ്പെടുന്നവരുമായി തീരുവാനായിട്ട്, പ്രതിസന്ധികളിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നവരായി തീരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തെ ഈ നിമിഷം അയച്ചുകൊണ്ട് ഒരു പൂർണ്ണ വിമോചനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പയിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. സകല പുണ്യവാളന്മാരെ, വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഈ നിമിഷം അത്രയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തോബിത്തിന്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 4-ാം തിരുവചനം മുതലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. ദൈവമായ കർത്താവിന് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു കുടുംബത്തിന്റെ ജനനം അല്ലെങ്കിൽ ഒരു കുടുംബം പുതുതായിട്ട് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. നവദമ്പതികള് അവരുടെ മണവറയിൽ കയറി ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. അവര് പ്രാർത്ഥിച്ചു എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നൽകിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കൂട്ടി അവർ ദൈവത്തോട് ആദ്യമായി നന്ദി പറയുകയായിരുന്നു. അതിനുശേഷം അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ നൽകിയ ദൈവത്തെ നന്ദിയോടെ ഓർക്കുകയും അവന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ക്രമീകരിക്കപ്പെടുന്നതിനും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അതാണ് നമ്മൾ അല്പം മുൻപ് വായിച്ച് കേട്ടത്.
നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങള് നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒത്തിരി കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ പലരുടെയും ജീവിതത്തില് ഈ അനുഗ്രഹങ്ങളും കൃപകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മുടെയൊക്കെ കുടുംബങ്ങള് അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കുടുംബത്തിലെ ദൈവത്തിന്റെ കൃപകള് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ദൈവാനുഗ്രഹത്താല് നമ്മൾ ഇന്ന് ജീവിക്കുന്നവരാണോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു നിമിഷം ചിന്തിക്കുവാനായിട്ടാണ് ദൈവം ഇന്ന് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ പുതിയ നിമിഷത്തില് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രത്യേകമായിട്ട് കുടുംബത്തിന്റെ സ്ഥായിയായ അല്ലെങ്കിൽ കുടുംബം എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും വ്യാപകമായിട്ടല്ല നമ്മളിവിടെ ചിന്തിക്കപ്പെടുക അല്ലെങ്കിൽ ധ്യാനിക്കുക. കുടുംബത്തില് ഈ വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വചനത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. എന്തായിരുന്നു ഇവിടുത്തെ പ്രത്യേകതകളെ എന്ന്, ഈ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുക. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. ഈ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാം, അബ്രാഹാം തന്റെ ഇസഹാക്കിന്റെ ഒരു ജീവിത സഖിയെ കിട്ടുവാൻ വേണ്ടിയിട്ട് തന്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന ഇന്ന കാരണങ്ങള് അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങളല്ലെ നിയമങ്ങള് പാലിക്കുന്നവര് എന്റെ മകന് ഭാര്യയായിട്ട് ലഭിക്കണമെന്ന്. അത് മറ്റാരോടും പറയാതെ എന്റെ കുടുംബത്തില് അല്ലെങ്കിൽ എന്റെ പാരമ്പര്യത്തിലെ എന്റെ ഗോത്രത്തിലെ എന്റെ ഞാന് ജീവിക്കുന്ന സമൂഹത്തില്, അതായത് മറ്റു സമൂഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ഇസ്രായേൽ ജനത്തിൽപ്പെടുന്ന സമൂഹത്തില് ഉള്ളവരായിരിക്കണമെന്ന്. പാരമ്പര്യം, കുലം, ജനത ഇതെല്ലാം അവിടെ വ്യക്തമായിട്ട് അബ്രാഹാം ഭൃത്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് കുടുംബം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ആദത്തെ ഹവ്വയും സൃഷ്ടിച്ച് പർദീസായിലേക്ക് വിട്ടുകൊണ്ട് അവർ കുടുംബം സ്ഥാപിച്ച ദൈവം അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത്. ജഡികമായ ആസക്തികൾ കൊണ്ടല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഞാൻ എന്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ തോബിയാസ് പറയുന്നത് പോലെ അവിടെ ആദം എന്റെ ജീവനും എന്റെ ശരീരവുമായിട്ട് അവയെ സ്വീകരിക്കുമ്പോൾ ആ ഒരു സ്വീകരണം ഇവിടെയും നടന്നു കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. അബ്രാഹാം പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്റെ ഇസഹാക്ക് എന്ന മകന് ഒരു റബേക്ക എന്ന ഭാര്യയെ കിട്ടുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കർത്താവ് അരുളിയെങ്കില് അത് അബ്രാഹത്തിന്റെ അതരങ്ങളിലൂടെ ഭൃത്യനിലേക്ക് കടന്നുപോയി എങ്കില് ഇവിടെ തമ്പുരാന് അതിനു വേണ്ടിയിട്ട് റഘുവേലിനോട് പറയുവാനായിട്ട് അല്ലെങ്കിൽ റഘുവേലിന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് ഒരു കാരണം തോബിത്ത് പറഞ്ഞു വിടുകയാ. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ്. പാരമ്പര്യം, കുലം, ജനത, അതിൽ നിന്നായിരിക്കണം എന്റെ മകന് ഒരു ജീവിത സഖിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന്. അത് ഇവിടെ തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസിന് വേണ്ടി നമ്മൾ കാണപ്പെടുക. തന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനാല് ദൈവം വെളിപ്പെടുത്തുന്ന ചിന്തകളായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്റെ മകനായ തോബിയാസിനെ വിളിച്ചിട്ട് തോബിത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീ റഘുവേലിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് കിട്ടുവാനുള്ള പണം മേടിക്കുവാനായിട്ട് നീ പോകുക. രണ്ടാമത് ദൈവം നമ്മളോട് അതിനുവേണ്ട ഈ പറയുന്ന വചനങ്ങള് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ദൈവം കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്. തോബിയാസിനോട് പറയുന്നു, കൂടുതൽ ദൂരമുണ്ട്, ഈജിപ്തിൽ പോയിട്ട് വേണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരു ശുശ്രൂഷകനെ അല്ലെങ്കിൽ ഒരു ഭൃത്യനെ നീ കണ്ടുപിടിക്കുക. നിന്നോട് കൂടെ കടന്നു പോകുവാനായിട്ട് ഒരു സഹായകനെ കണ്ടുപിടിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ പുത്രൻ തോബിയാസ് ആ സാഹചര്യത്തില് പുറത്തു കടന്നു ചെന്ന് അന്വേഷിക്കുകയാണ്. എനിക്ക് എന്റെ കൂടെ കടന്നു വരുവാനായിട്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്യുവാനായിട്ട് എന്റെ കൂടെ കടന്നു വരുവാൻ ഒരു ഭൃത്യനെ എനിക്ക് വേണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ തമ്പുരാൻ തന്നെ അവന് വേണ്ടി ഒരു ഭൃത്യനെ ഒരുക്കി അവന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാ. അവൻ വന്നിട്ട് പറയുന്നു, എന്താണ് പ്രഭു അന്വേഷിക്കുന്നത്? അപ്പോൾ ഈ തോബിയാസ് പറയുന്നു, എന്റെ കൂടെ ഈജിപ്തിലേക്ക് പോരുവാൻ പറ്റിയ ഒരു ഭൃത്യനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്, അവന് ശമ്പളം കൊടുക്കാം. ഒരു ജോലിക്കാരനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രഭു, എനിക്ക് ആ വഴി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തോബിയാസിന്റെ കൂടെ തോബിത്തിന്റെ അടുത്തേക്ക് വരുന്ന ആ ഭൃത്യൻ
തിരുവചനം അല്പം കൂടി പുറകില് നമ്മൾ വായിച്ചാൽ മുന്നോട്ട് കടന്നു വരുമ്പോൾ കാണാൻ കഴിയും, അത് റാഫാൽ എന്ന മാലാഖയായിരുന്നു. ദൈവത്തിന്റെ കരുതലായിരുന്നു, അത് ദൈവത്തിന്റെ ക്രമീകരണമായിരുന്നു. അതായത് സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്ന ദൈവം, വ്യക്തികളെ ഒരുക്കി കൊടുക്കുന്ന ദൈവം. അവൻ ദൈവദൂതനെ തന്നെ അയച്ചുകൊണ്ടാണ് തോബിയാസിന്റെ കൂടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന, ദൈവത്തിന്റെ ഇഷ്ടമന്വേഷിക്കുന്ന ആ കുടുംബത്തിലേക്ക് അതിനു പറ്റിയ തക്കതായ ഒരു ജീവിത സഖിയെ നൽകുവാൻ വേണ്ടിയിട്ട് ദൈവദൂതനെ അയച്ചുകൊണ്ട് അവിടെ ആ വ്യക്തിയിലൂടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവദൂതൻ തോബിത്തിന്റെ അടുത്ത് വരുമ്പോൾ തോബിത്ത് ഇവനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ചാർച്ചക്കാരനാണ് എന്ന് പറയുകയും അങ്ങനെ ഈ ദൈവദൂതനെ അല്ലെങ്കിൽ ഭൃത്യനെ തന്റെ മകനോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് തോബിത്ത് അനുവദിക്കുകയും അവന് വേണ്ട ശമ്പളം ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ കാണുമ്പോൾ വഴി നടത്തുന്ന തമ്പുരാനെയാ, എന്റെ ജീവിതത്തില് വഴി നടത്തുന്ന തമ്പുരാനെയാ അവൻ ഇവിടെയും കാണിച്ചു തരിക. അവൻ പറയുന്നു, വേണ്ട സംരക്ഷണം ഞാൻ നൽകിക്കൊള്ളാം, അത് മുൻകൂട്ടി അറിയിച്ചു കൊള്ളാം എന്നൊക്കെ കർത്താവിന്റെ മനസ്സ് ഈ ദൈവദൂതനിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാരണം അവർ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ടൈഗ്രീസ് നദിയിലൂടെ കടന്നു പോവുകയും ആ പോകുന്ന വഴിക്ക് ഇവന്റെ ഭാര്യയാകാൻ പോകുന്ന സാറായെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ദൈവദൂതൻ ഈ തോബിയാസിനോട് ഈ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ പറയുമ്പോൾ തോബിയാസ് പറയുന്നുണ്ട്, അവള് 7 ഭർത്താക്കന്മാരെ സ്വീകരിച്ചവളാ, 7 പ്രാവശ്യം കല്യാണം കഴിഞ്ഞവളാ. ആ 7 പ്രാവശ്യം കല്യാണം കഴിഞ്ഞവരാരും അവളെ പ്രാപിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയിരിക്കുന്നു. ഞാനും അങ്ങനെ ആയി പോകുമോ എന്ന്. കാരണം അപകടമെല്ലാം മനസ്സിലാക്കുന്നവനാ ദൈവം. തോബിയാസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാം ദൈവം ക്രമപ്പെടുത്തിക്കൊള്ളും, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അത് പിശാച് ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവളുടെ അടുത്തേക്ക് ഒരു പുരുഷനും അടുക്കാതിരിക്കുവാൻ വേണ്ടി അവിടെ പിശാചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ദൈവം പറയുന്നത് പോലെ കേൾക്കാം, എന്ന്. അങ്ങനെയാണ് ഈ ദൈവദൂതൻ പറഞ്ഞുകൊണ്ട് ഇവര് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മത്സ്യം ഉയർന്നു ചാടുകയും ആ മത്സ്യത്തെ പിടിക്കാൻ ദൈവദൂതൻ പറയുകയും അങ്ങനെ ആ മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എടുത്ത് സൂക്ഷിക്കാൻ പറയുകയും ചെയ്യുന്ന ദൈവദൂതൻ, അത് കേട്ടുകൊണ്ട് അതുപോലെ ചെയ്യുന്ന തോബിയാസ് അനുഗ്രഹം പ്രാപിക്കുക. കാരണം അവിടെയാണ് ദൈവത്തിന്റെ സംരക്ഷണവും മുൻകൂട്ടി അറിയിക്കലും ഒക്കെ സംഭവിക്കുക. അതിനുശേഷം നമുക്ക് കാണാം, ആ വലിയ ദൈവദൂതൻ ഭൃത്യനാണെന്ന് വചനം ആദ്യമേ പറഞ്ഞു വെച്ചു. ആ ഭൃത്യന്റെ വചനങ്ങൾ മുഴുവൻ അനുസരിക്കുന്ന ഒരു യജമാനൻ. അവന് മനസ്സിലാകുന്നു ദൈവത്തിന്റെ വചനങ്ങളാണ്, ദൈവത്തിന്റെ മനസ്സാണ് ദൈവദൂതനിലൂടെ അല്ലെങ്കിൽ ഈ ഭൃത്യനിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് മുഴുവന് അനുസരിക്കുവാൻ തയ്യാറാകുന്നു. ഈ മത്സ്യത്തെ പിടിച്ച് ചങ്കും കരളും കയ്പയും എടുത്തു വെക്കുന്നു. അതോടൊപ്പം ഇവര് ആ ഭവനത്തിൽ ചെല്ലുന്നു, റഘുവേലിന്റെ അടുത്ത് ചെല്ലുന്നു, കാര്യങ്ങൾ പറയുന്നു, വിവാഹം നടക്കുന്നു, മണവാളൻ ഈ മണവറയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ദൈവദൂതൻ കൊടുത്ത ഒരു കാര്യമുണ്ട്, അത് ധൂപകലശത്തിലിട്ട് ആ കലശത്തിൽ നിന്ന് ഇത് പുകയുമ്പോൾ, ആ ധൂപം പുറത്തു വരുമ്പോൾ ഇവളിൽ നിന്ന് പിശാച് പുറത്തു പോകും, അല്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് പിശാച് പുറത്തു പോകും. ആ പിശാചിനെ ദൈവദൂതൻ ഈജിപ്തിന്റെ അങ്ങേ അതിർത്തി വരെ എത്തിച്ചിട്ട് ബന്ധിക്കുന്ന സംഭവമാണ് ബാക്കി നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ഇതുപോലെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അനുസരിക്കുവാൻ തയ്യാറായ തോബിയാസിന് നല്ലൊരു ജീവിത സഖിയെ ദൈവം കൊടുക്കുകയാ. അതുകൊണ്ട് അവൻ നന്ദിയോടെ തമ്പുരാന്റെ മുൻപില് അല്പം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി, 1 തെസ്സലോനിക്ക 5:14 പറയുന്നത് പോലെ എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുകയും എപ്പോഴും ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നവരായിരിക്കുകയും ചെയ്യുന്നത്. ആ മാനസിക അവസ്ഥയിലാണ് അല്ലെങ്കിൽ ആ മനോഭാവത്തിലാണ് ഇവിടെ തോബിയാസ് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള തോബിയാസിന്റെ ജീവിതത്തിലാണ് നിഷ്കളങ്കമായ ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ ഹിതമന്വേഷിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞതനുസരിച്ചുകൊണ്ട്, ദൈവം നൽകിയ ജീവിത സഖിയെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ്ലീഹ 5:22 ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തില് 6:4 കുട്ടികളെ കുറിച്ചും പറയുന്നുണ്ട്, കുട്ടികളെ വളർത്തുന്ന രീതികളെ കുറിച്ചും ഒക്കെ.
ഇങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ വിചിന്തനം ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ ഈ തിരുവചനങ്ങളെ ആസ്പദമാക്കി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അനുഗ്രഹമായി മാറുകയാണോ? നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ അവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ ശാപമായിട്ട് മാറുന്നവരാണോ? നമ്മൾ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ശാപമായിട്ടാണോ അനുഗ്രഹമായിട്ടാണോ മാറുക? പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് ദൈവാശ്രയത്തിലും ദൈവ മഹത്വത്തിനു വേണ്ടിയും ദൈവസ്നേഹത്തിലും ഒരു ജീവിതം പടുത്തുയർത്തുന്നതിന് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കഴിയുന്നതിന് വേണ്ടിയാ. പ്രിയമുള്ളവരെ, രണ്ട് കുടുംബത്തിന്റെ അനുഭവങ്ങൾ കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ജീർണാവസ്ഥ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ഞാനൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വെറുതെ കഥയല്ല പറയുന്നത്, അനുഭവമാണ്. ജീവിതത്തിലെ കൺമുൻപിൽ കണ്ടുപോയ അനുഭവങ്ങളാ. ഒരു 10-75 വയസ്സ് അതായത് എന്റെയൊക്കെ മാതാപിതാക്കളുടെ തലമുറയിൽപ്പെടുന്ന ഒരു കുടുംബം, വളരെ വ്യക്തമായിട്ട് എനിക്കറിയാൻ കഴിയുന്ന ഒരു കുടുംബമാണ്. ജീവിതത്തില് യൗവനകാലത്ത് അവരുടെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത പുലർത്തിയത് മൂലം പ്രശ്നങ്ങളുണ്ടായി, കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായി, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടായി. ഒടുക്കം അത് ഡിവോഴ്സിൽ വരെ എത്തി. വലിയ കൂടുതൽ ഭൂസ്വത്തുക്കളും ആദായങ്ങളും സമ്പത്തും ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ആ കുടുംബം തകർന്നു, ഭൂസ്വത്തുക്കൾ വിഭജിച്ചു, ജീവിത പങ്കാളി രണ്ടുപേരും 2 ഭാഗം കൊണ്ട് അതുപോലെ മക്കളെയും പങ്കുവെച്ച് കൊണ്ടുപോയി. ഭർത്താവ് മരിച്ചു. ഇന്നും ഒത്തിരി അത് കഴിഞ്ഞ് പല പുരുഷന്മാരുടെ കൂടെ ആ സ്ത്രീ ജീവിച്ചു. ഇന്നും ആ സ്ത്രീ ജീവിക്കുന്നുണ്ട്. പക്ഷെ കുടുംബങ്ങൾ തകർന്നുപോയി. ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്ന കുടുംബത്തില് ഇന്ന് മക്കൾ കൂലിപ്പണി എടുക്കുന്ന അവസ്ഥകള്, മറ്റു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന അവസ്ഥകള്, ഇന്ന് ആ സ്ത്രീയുടെ ജീവിതം ഒരു ഭവനത്തില് അടുക്കള ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ന്യൂ ജനറേഷന്റെ ഈ കാലഘട്ടത്തില് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ബാംഗ്ലൂരിൽ ജോലിയുള്ള ഒരു മകൻ വിവാഹം കഴിച്ചു, ഫ്ലാറ്റുണ്ട് സ്വന്തമായിട്ട്. ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഫ്ലാറ്റിൽ വന്നു പോകാം, അത്ര അടുത്ത് ജോലി. ആ മകന് എപ്പോഴും അവൻ ജഡികാസക്തികളിലോ വളരെയധികം താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ ജഡികാസക്തികളിൽ മുഴുകിപ്പോയവനാ. മറ്റാരെയുമല്ല, സ്വന്തം ഭാര്യയെ അതുപോലെ ഉപയോഗിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ഭാര്യ പറഞ്ഞു, എനിക്ക് ഈ മകന്റെ കൂടെ ജീവിക്കാൻ, ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും അസഹ്യമാണ് ഈ മകന്റെ പെരുമാറ്റം എന്ന്. അവരും ഡിവോഴ്സായി. അവസാനം ഈ മകന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് ഇതാണ്. കാരണം കുടുംബ ബന്ധങ്ങളിൽ ഡിവോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കൗൺസിലിങ്ങിൽ വെച്ച് ഈ മകൻ പറഞ്ഞതാണ്, എന്റെ ഈ തലമുറയിൽപ്പെട്ടവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ തലമുറയിലുള്ളവരുടെ ചിന്താഗതി ഇതാണ്: പരമാവധി സമയത്തിനുള്ളിൽ പരമാവധി ഉപയോഗിക്കുക, അതിനുശേഷം അത് ഉപേക്ഷിക്കുക. നമ്മൾ പലപ്പോഴും നമ്മളും അതുപോലെ ഈ ചൈനീസ് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുന്നവരാണ്. എന്നതുപോലെ കുടുംബ ബന്ധങ്ങളില് ജീവിത പങ്കാളിയെ അതുപോലെ പരമാവധി ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു സമൂഹമായിട്ട്. കാരണം ഇതാണ് തമ്പുരാൻ പറഞ്ഞു. ആദ്യം തന്നെ തമ്പുരാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ്. ഇന്ന് ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു മിസ് കോളിലോ വഴിവക്കിലോ കാണുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ അവന്റെ കയ്യും പിടിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു തലമുറയായിട്ട് ഇന്ന് നമ്മുടെ യുവതി യുവാക്കള് മാറുന്നുണ്ട് എങ്കിൽ അതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം നമ്മൾ തന്നെയാ. അതിന്റെ കാരണം ഇതാണ്: നമ്മൾ ദൈവത്തെക്കുറിച്ച് അവർക്ക് പങ്കുവെച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ദൈവമാണ്, കൂടെ നടക്കുന്ന ദൈവമാണ്, സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ് എന്നെല്ലാം പ്രസംഗിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തില്, ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കി കൊടുത്തിട്ടില്ല. കാരണം ഇതാണ്: നമ്മളെല്ലാം ബുദ്ധിയുടെ തലങ്ങളിൽ പ്രസംഗിക്കും, ബുദ്ധിയുടെ തലങ്ങളിൽ വായിച്ചു കൊള്ളാൻ പറയും. ദൈവവചനത്തില് ആഴപ്പെട്ട് ജീവിക്കുന്ന കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യാൻ അവന് കിട്ടുന്നത് ഫോണിലൂടെയോ അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്നത് ഫോണിലൂടെയുള്ള ആളെ. അപ്പൊ അത് ഏത് സമുദായത്തിൽപ്പെടുന്നു, ഏത് വർഗത്തിൽപ്പെടുന്നു എന്നുള്ളതൊന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയുന്നവരല്ല.
ദൈവത്തിന്റെ ഹിതമറിയുന്ന ജീവിത പങ്കാളി, അവന് എന്ത് കുറവുണ്ടായാലും അവൾക്ക് എന്ത് കുറവുണ്ടായാലും അത് ദൈവം നൽകിയതാണ്, ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ്, ദൈവത്തിന്റെ മുൻപില് ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ് എന്ന മനോഭാവത്തോടെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ കഴിയുന്നില്ലാത്തതാണ് ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ അപകടം. ആ അപകടമാണ് ഇന്ന് നമ്മുടെ തലമുറ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു ദൈവവിശ്വാസത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനങ്ങള് അവന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവനത് മറന്നുപോകും. കാരണം ബുദ്ധിയുടെ തലത്തിലേക്ക് പോയാല്, ബോധമണ്ഡലത്തിൽ നിന്ന് അബോധമണ്ഡലത്തിലേക്ക് കടന്നു പോയാല് അവന് പിന്നെ ആ ചിന്തയില്ല. എന്നാല് മത്തായിയുടെ സുവിശേഷം 6:21 ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയമെന്ന്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയമെന്ന്. നിന്റെ ഹൃദയത്തിൽ നീ എന്താണ് നിക്ഷേപിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ വേദനകളാണോ? നിന്റെ ഹൃദയത്തില് സന്തോഷമാണോ? നിന്റെ ഹൃദയത്തില് മുറിപ്പെടുത്തുന്ന ഓർമ്മകളാണോ? നിന്റെ ഹൃദയത്തില് ജീവിത സഖിയോടുള്ള വിശ്വസ്തതയാണോ? ഇത് ഏതാണ് നിന്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ അതാണ് നിനക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞു വെച്ചത്, നിന്റെ അധരങ്ങളിലൂടെ നിന്റെ പുറത്തേക്ക് വരുന്നത് നിന്റെ ഹൃദയത്തിലുള്ളതാണ് എന്ന്. ഹൃദയമാണ് അധരങ്ങളിലൂടെ സംസാരിക്കുന്നത് എന്ന്. നിന്റെ ഹൃദയത്തിലെ ദൈവസ്നേഹത്തെ നിന്റെ മക്കൾക്ക് നിന്റെ ദൈവത്തെ അവരുടെ ഹൃദയത്തിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കില്, നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കില് ഇതുപോലുള്ള തളർച്ചകളും തകർച്ചകളും കുടുംബജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നിന്റെ മക്കൾ നീ പറയുന്നിടത്ത് അനുസരിക്കും. അതിനുവേണ്ടി നിന്റെ ദൈവദൂതന്മാരെ ദൈവം അവിടുന്ന് കാവലായിട്ട് ഏർപ്പെടുത്തും. നിന്റെ മക്കൾ പുറത്ത് എവിടെ, വിദേശത്തോ മറ്റെവിടെയോ പഠിക്കാനോ ജോലിക്കോ പോയിക്കോട്ടെ, ഒരിടത്തും തകർച്ചകൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശ്വാസം എന്ന ദൈവത്തിന്റെ വലിയ ദാനം അത് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കില് ദൈവസന്നിധിയില് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം ഒരു കുടുംബം ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അതിന് നമുക്ക് വേണ്ടി നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുന്ന മക്കളെ ദൈവത്തിന് നൽകുക. അത് ദൈവം ദാനമായി നൽകുന്ന മക്കളെ വളർത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. എങ്കില് പ്രിയമുള്ളവര്, ഇന്ന് എന്റെ മകന് പള്ളിയിൽ പോകുന്നില്ല, കൂദാശകൾ സ്വീകരിക്കുന്നില്ല എങ്കില് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതം കണ്ടിട്ടാണ് ആ മകൻ പഠിച്ചത്, എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് ഇന്ന മകന്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് ഇന്ന മകള്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാ, അല്ല സമൂഹത്തിനോ വികാരിയച്ഛനോ അല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവര്, ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശ്വാസം നമ്മളെ പ്രത്യാശയിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്നാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തോട് ചേർന്ന്, യോഹന്നാൻ ശ്ലീഹ മിക്കവാറും സമയങ്ങളില് ക്രിസ്തു അടുത്തുള്ളപ്പോഴെല്ലാം അവന്റെ വക്ഷസിൽ ചാരിക്കിടന്നു, ഹൃദയത്തില് അവന്റെ ചങ്കിലേക്ക് ചാരിക്കിടന്നു എന്നാ തിരുവചനം പറയുക. അതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് അവന്റെ ചങ്കിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അവന്റെ താളവും അവന്റെ ഹൃദയവികാരങ്ങളും മനസ്സിലാക്കുവാൻ തക്ക വിധത്തില് ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് നൽകുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള കുറഞ്ഞ നിമിഷങ്ങളിലൂടെയാ. നമ്മൾ ഈ കുറഞ്ഞ നിമിഷങ്ങളിലൂടെയാ. ഇവിടെ നമ്മുടെ ജീവിതം പൂർത്തിയാകുന്നത് എല്ലാ തരത്തിലും മരണത്തിലൂടെയാ. അത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുകയില്ല. മരണം എപ്പോ വേണമെങ്കിലും കടന്നു വരാം. ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടി മുതല് 110 വയസ്സ് വരെ ആയിരിക്കുന്ന മാതാവിനോ പിതാവിനോ വരെ സംഭവിക്കാം. അതിന്റെ ഇടയിൽ ഏത് നിമിഷവും കടന്നു വരാം. ഈ മരണമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാത്തിന്റെയും പൂർണ്ണത മരണമാണ്. ഈ മരണം സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം, പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈ പൂർണ്ണത നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പൂർണ്ണതയായിട്ട് പരിണമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റപ്പെടുന്നത്, നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത് മരണത്തിലൂടെയാണ്. കാരണം നമ്മുടെ വൈകാരികമായ എല്ലാ നമ്മുടെ കഴിവുകള്, നമ്മുടെ സംസാരിക്കാനുള്ള കഴിവുകള്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ പ്രവൃത്തികളുടെ, നമ്മുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകള്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങള്, ഇതെല്ലാം പൂർണ്ണത പ്രാപിക്കുന്നത് മരണത്തിലൂടെയാ. ഇതെല്ലാം പൂർണ്ണത പ്രാപിക്കുന്നത് മരണത്തിലൂടെയാ. നമുക്കറിയാം,
ഇവിടെ ഒത്തിരി ഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി നമുക്ക് വേണ്ടി പാടുന്ന ബേബി സാറ്, കുമ്പാറ ബേബി സാറ്, അദ്ദേഹം ഇപ്പോൾ ഈ നിമിഷം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ പൂർണ്ണമായി. ഇനി അദ്ദേഹത്തിന് അപൂർണമാകാനോ അല്ലെങ്കിൽ അതിനുശേഷം മരണത്തിന് ശേഷം ഇവിടെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം. ഇവിടെ പൂർണ്ണമാകുന്നത് എപ്പോഴാണോ അപ്പോൾ മരണം സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ മരണം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയാണ്, പരിപൂർണതയുടെ അവസ്ഥയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പരിപൂർണനാകുക എന്നത് ദൈവത്തിന് മാത്രമേ കഴിയൂ. എപ്പോഴും പരിപൂർണനാകുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഈ പരിപൂർണതയിലേക്ക് നമ്മൾ ലയിച്ചു ചേരുക എന്നുള്ളതാണ് പ്രത്യാശ. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തില് ദൈവത്തോട് ചേർന്ന് വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അവന്റെ സന്നിധിയില്, അവന്റെ സ്നേഹത്തില്, അവനോട് ചേർന്ന് അവന്റെ ചൈതന്യത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. അവൻ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവൻ, ആത്മാവ്, ഇത് ഏത് നിമിഷം ആവശ്യപ്പെട്ടാലും ആ പരിപൂർണതയിലേക്ക്, പൂർണതയിൽ നിന്ന് മരണത്തിലൂടെ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞ മനുഷ്യൻ അവന്റെ ആത്മാവിനെ പരിപൂർണതയിലേക്ക് ലയിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ലയിക്കുമ്പോഴാണ് അവന്റെ പ്രത്യാശ കടന്നു വരുന്നത്, പ്രത്യാശ പൂർണ്ണമാകുന്നത്. അതുവരെ നമുക്കും ഒരു ദൈവത്തിലേക്ക് ചേരുവാനുള്ള അഭിവാഞ്ച, അതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. കാരണം ദൈവത്തെ അറിയുന്നവന്, എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നവന്, എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവന്, എപ്പോഴും കൂടെ നടക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയവന്, അവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അഭിവാഞ്ച അവനോട് ചേർന്നിരിക്കുവാനാ. അതുകൊണ്ടാണ് ആ പരിപൂർണത, പൂർണ്ണമായ ഒരു മാറ്റം, പരിപൂർണമായ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് യേശുവിന്റെ സന്നിധിയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഈ കേട്ട തിരുവചനങ്ങള് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ പ്രത്യാശയുള്ളവളാണോ? എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് പ്രത്യാശയില്ലാത്തത്, മരണത്തെ ഭയപ്പെടുന്നത്? ഞാൻ ഇന്ന് മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവവിശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് ജനിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നിമിഷം എന്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വിശ്വാസം കിട്ടുവാനായിട്ട്, ദൈവം ദാനമായി നൽകുന്ന വിശ്വാസം ലഭിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതമറിയുന്ന മകനും മകളുമായിട്ട്, എന്റെ മക്കൾക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുന്ന പിതാവായിട്ടും മാതാവായിട്ടും മാറുവാനായിട്ട് ആഗ്രഹിക്കാം. എവിടെയാണ് എനിക്ക് വഴിതെറ്റിപ്പോയത്? എന്റെ ജീവിത പങ്കാളിയുടെ കുറവിലേക്ക് ഞാൻ നോക്കിയിരുന്നതാണോ? എന്റെ മക്കളുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് ഞാൻ നോക്കിയിരുന്നതാണോ? അതോ എന്റെ ഇല്ലായ്മകളിലേക്ക് ഞാൻ നോക്കിയിരുന്നു കൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടാണോ? ദൈവം എപ്പോഴും എന്റെ കൂടെ ആയിരിക്കും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു കൊണ്ടാണ്. അവരുടെ കൂടെ നടന്ന് അവൻ പഠിപ്പിക്കുകയാ, അവൻ കൂടെ നടന്ന് വചനം പങ്കുവെക്കുകയാ, അവൻ അവർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കിയവൻ. ആ ഭക്ഷണമൊരുക്കിയവന് എനിക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുന്നവന്, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വന്നവനാ. ആ ദൈവത്തെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി എങ്കിൽ എനിക്ക് മാപ്പ് നൽകണമേ. പ്രത്യാശയുടെ വലിയ കൃപ എനിക്ക് നൽകണമേ. പരിപൂർണതയിലേക്ക് ലയിക്കുവാനായിട്ട്, നിന്റെ സന്നിധിയിലെ നിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് നിന്നെ സ്തുതിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. മരണത്തെക്കുറിച്ച്, പൂർണ്ണമായ ഒരു മാറ്റത്തെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തണമേ. എന്റെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകാതിരിക്കുവാനായി പ്രത്യാശയുടെ വലിയ ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് കുമ്പാറ ബേസാറ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനാ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പാടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ.
ചായ്ക്കാൻ ഇടം തന്നവൻ നിനക്കെന്റെ തോളിൽ തല ചായ്ക്കാൻ ഇടം തന്നവൻ കിട്ടിയതെല്ലാമെല്ലാം ദൈവത്തിൻ സ്നേഹദാനമല്ലോ. നിന്നോടൊത്തെന്നും കൂട്ടുകൂടാ, നിന്നോടൊത്തെല്ലാം
ഇടം തന്നവൻ